ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ട്രിപ്പ് വ്ളോഗിൻ്റെ പാർട്ട് 1 ആണ് കേട്ടോ ഈ വീഡിയോ. തലേദിവസം തന്നെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ഒരു 6 മണിയായിരുന്നു സമയം പറഞ്ഞെങ്കിലും എല്ലാവരും എത്തി, എല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഒരു 7:30 ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത് രാവിലെ. ഞങ്ങളെയും കൂടി കൂട്ടി മൊത്തത്തിൽ 4 ഫാമിലീസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നിച്ചൂട്ടന് കൂട്ടായിട്ട് കുഞ്ഞു കുഞ്ഞു ചേച്ചിമാരുണ്ടായിരുന്നു, പിന്നെ ഒരു ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്യാനൊരു മടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പോകെ പോകെ അവരോട് ഡാൻസ് കളിക്കാനും എല്ലാ കാര്യത്തിനും അവനുണ്ടായിരുന്നു കേട്ടോ. അവർക്കാണെങ്കിലും തിരിച്ചു അവനോട് ഭയങ്കര കെയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഈ പറഞ്ഞ ചേച്ചിമാർക്ക്. ചേട്ടനും അങ്ങനെയായിരുന്നു. ചേട്ടൻ ഫുള്ള് എടുത്ത് നടക്കലൊക്കെ ആയിരുന്നു അവനായിട്ട്. കാരണം അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളേ പിള്ളേരിൽ ആൺപിള്ളേരായിട്ട്. പിന്നെ ഈ വീഡിയോയിൽ കൂടുതലും ഞാൻ പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ വന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ പോണത് കമ്പം തേനിയാണ്, തമിഴ്നാട്. ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ നടന്നില്ല. കാര്യം എനിക്ക് ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് കുറഞ്ഞിട്ട് ഇടാം, നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തൊക്കെ ഇടാം എന്ന് വിചാരിച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നത്. ഇപ്പോഴും എനിക്ക് ചെറിയ രീതിയിലുണ്ട് കേട്ടോ, ഭയങ്കര കഫക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇപ്പോൾ പോണ എല്ലാ സ്ഥലവും ഇതിനു മുമ്പ് ഒരു സ്ഥലം മാത്രം ഞാൻ പോയിട്ടില്ല. ബാക്കി എല്ലാ സ്ഥലവും നമ്മൾ ഇതിനു മുമ്പ് 2-3 വട്ടമൊക്കെ പോയിട്ടുള്ളതാണ് ടച്ചായിട്ട്. ഇപ്പോൾ പോണ നമ്മൾ കമ്പം തേനിയാണെങ്കിലും നമ്മൾ 2 വട്ടം എന്തോ പോയിട്ടുണ്ട് ടച്ചായിട്ട്. അപ്പം അതിലെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഒരു ചെറിയൊരു ടച്ച് ഫോൺ ഉണ്ടായിരുന്നു, അതിലുണ്ടായിരുന്നതാണ്. പക്ഷേ ഫോൺ കംപ്ലൈൻ്റ് ആയി പോയതുകൊണ്ട് ആ ഫോട്ടോസ് എല്ലാം പോയിട്ട് അതോർക്കുമ്പോൾ എനിക്ക് എപ്പോഴും സങ്കടമാണ്. എന്താ നമുക്ക് എടുത്തു വെക്കാനൊരു ഫോട്ടോ പോലും, ആകെ ഉള്ളത് ആൽബത്തിലുള്ള ഫോട്ടോയും അങ്ങനെ. പിന്നെ ഇതേപോലെ വേളാങ്കണ്ണി പോയപ്പോൾ ഞങ്ങൾ മാതാവ് നടക്കി നിന്നിട്ട് അപ്പുറം നിന്ന് അവിടെ വെച്ച് എടുത്ത ഫോട്ടോ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫോട്ടോയും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അച്ഛൻ്റെ പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോയും ഉണ്ട്, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇത് ഓർക്കുമ്പോൾ എപ്പോഴും നമുക്ക് സങ്കടം ഉണ്ടാവും വരാറ്. അങ്ങനെ നമ്മൾ ഇടുക്കി സൈഡെത്തി. അങ്ങനെ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ ഒന്ന് വണ്ടി നിർത്തി ജസ്റ്റ് അവിടെ ഇറങ്ങിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും പിന്നെ അവിടെ നിന്ന് നെല്ലിക്ക ഉപ്പിലിട്ടതും കുറേ പേര് മാങ്ങ വാങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീണ്ടും ബസ്സിൽ കയറി. എന്താണെന്ന് വെച്ചാൽ വൈകണ്ടല്ലോ എന്ന് വിചാരിച്ച് ബസ്സിൽ കയറി. ഇപ്പോൾ അതേ ഈ പോണ ഏരിയ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ പോണത്. അതുകൊണ്ട് തന്നെ കുറേ കുരങ്ങന്മാരെയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം തമിഴ്നാട് എത്താറായപ്പോഴേക്കും മേലെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഫുള്ള് കൃഷിപ്പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ കമ്പം തേനി സൈഡ് എന്ന് പറയുന്നത് ഫുൾ കൃഷിയായിരിക്കുള്ളൂ കേട്ടോ. അതായത് വാഴക്കൃഷി, ചോളം, പിന്നെന്താ തെങ്ങ്, ഇങ്ങനെ. പിന്നെ മുന്തിരിത്തോപ്പ്. മെയിനായിട്ട് നമ്മൾ പോണത് മുന്തിരിത്തോപ്പ് കാണാനായിട്ടാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ കൂടുതലും ഉണ്ടാവുക. അത് നമ്മൾ ആ മലയുടെ മേളിൽ നോക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. മറ്റേ വിൻഡോ സീറ്റിലിരിക്കുമ്പോൾ നമുക്ക് കാറ്റടിക്കുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടത്തില്ലേ. അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാൻ നേരത്തെ അമ്മ ബാക്കിൽ നിന്ന് എൻ്റെ മുടി ഇങ്ങനെ പൊത്തി പിടിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല കേട്ടോ, മേലിൽ ഫാൻ കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ അങ്ങനെ പിടിച്ചതാണ്. പിന്നെ നമ്മൾ ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് കഴിക്കാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് പോകുന്ന വഴി വെച്ച് ഉണ്ടാക്കി കഴിക്കാമെന്നുള്ള ഇതിലാണ് നമ്മൾ പോയത് കേട്ടോ, പുറത്തുനിന്ന് വാങ്ങാണ്ട്. ആകെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയത് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോണ ആ ഒരു രാത്രി മാത്രം വാങ്ങിയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കമ്പം എത്തിയായിരുന്നു. അങ്ങനെ മുന്തിരിത്തോപ്പിൻ്റെ ഉള്ളിൽ കയറിയായിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ ഇതിനും കൂടുതൽ വലിയ തോട്ടമായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ മാറി. ഞങ്ങൾ ചെന്നപ്പോൾ ആദ്യം കണ്ടത് പച്ചമുന്തിരി ആയിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചു പച്ചമുന്തിരി മാത്രമേ ഉള്ളൂന്ന്.
പിന്നെ കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോഴേക്കും നല്ല ചുവന്ന മുന്തിരി അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ആ ഒരു ചുവന്നത് അധികം ഉണ്ടായിരുന്നില്ല, കൂടുതലും പച്ച മുന്തിരിയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും അവിടെ കയറിയിരുന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളായിരുന്നു, വലിയ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പോയത് ഇടവ ദിവസം ഓർമ്മല്ലോ. പിന്നെ നിച്ചൂട്ടനെ ആ മുന്തിരി പറിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശി പിടുത്തമായിരുന്നു കേട്ടോ. നമുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല, ചിലപ്പോൾ പറിച്ച് കളയും. കാരണം പറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനുണ്ട്. അതുകൊണ്ട് അതുമല്ല വല്ല കെമിക്കലൊക്കെ അടിച്ച മുന്തിരിയാണെങ്കിൽ അവൻ ചിലപ്പോൾ എടുത്ത് വായിലിടാനും ചാൻസ് ഉണ്ട് നമ്മൾ കാണാണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിനെ നമ്മൾ എടുത്തുകൊണ്ട് അധികം നടന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫ്രഷ് മുന്തിരി ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ച് പോന്നു കേട്ടോ. തിരിച്ച് പോകുന്ന വഴി അവിടെ തന്നെ ഒരു എക്സോട്ടിക് ബേർഡിൻ്റെ പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ കയറിയില്ല, ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് ഇതേപോലെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് പോന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോണത് പഴനിയിലേക്കാണ്. പഴനിയിലേക്ക് ഇപ്പോൾ ഫോണോ കാര്യങ്ങളോ ഒന്നും ഉള്ളിലേക്ക് കയറ്റത്തില്ല കേട്ടോ. കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ അവർ ചെക്ക് ചെയ്തിട്ട് അത് വാങ്ങി വെക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫോണൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോയും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ ഇടുക്കി ഡാമിൻ്റെ ആ സൈഡിൽ നിന്ന് വാങ്ങിയ നെല്ലിക്കയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതലും പഴനി പോയ ആ ക്ലിപ്സൊന്നും നമുക്കിതിൽ ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോഴും ഒരു 7 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പം അമ്മയൊക്കെ മറ്റേ ഇതിന് പോവാമെന്നും പറഞ്ഞ് നോക്കിയപ്പോഴേക്കും അതൊക്കെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റെപ്പ് തന്നെ കയറേണ്ടി വന്നു. ഞങ്ങൾ സ്റ്റെപ്പ് കയറി പാതി എത്തിയപ്പോഴത്തേക്കും അമ്മമാർ 2 പേരും കൂടി കയറി വന്നു. ഞങ്ങൾക്കായും ഫാസ്റ്റിൽ അവർ കയറി മേളിൽ എത്തുകയും ചെയ്തിട്ടോ. ഞങ്ങളായിരുന്നു പതിയെ നടന്നു വെച്ചത്. അന്ന് നമ്മൾ നേരെ പോയത് വേളാങ്കണ്ണിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പുറകെ ഇടുന്നതായിരിക്കും. കൂടുതലും കാര്യങ്ങളും കാണാനുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വീഡിയോയിൽ ഇനി വരാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ മറ്റു വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.